ധ്യാൻ വിനീതിനോട് വളരെ മുഖത്ത് നോക്കി ഒരു അഭിപ്രായം പറഞ്ഞാലേ അവിടെ നിന്നുള്ള റിയാക്ഷൻ അങ്ങനെ മിണ്ടാതങ്ങ് പോകും. അത് എനിക്ക് അത്രയും വില നൽകിയിരുന്നില്ല. ഇല്ല, ഈ അടുത്ത കാലത്ത് മാർക്കറ്റ് ഉയർത്തും. അത് അതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പടത്തിന് വേണ്ടി എന്നോടൊന്ന് മെലിയണം എന്ന് പറഞ്ഞു. ഞാൻ ഒക്ടോബറിലായിരുന്നു ഷൂട്ട്, ഓഗസ്റ്റ് വരെ പറ്റിയിരുന്നില്ല. അപ്പൊ ഒരു മാസം ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇപ്പൊ ഒരു കരിയറിന്റെ ഒരു ഇതിൽ നിൽക്കുക. ചേട്ടൻ അങ്ങനെ ഡയറക്ടർ പണ്ടും അങ്ങനെയാണോ? അല്ല, ഈ കാര്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചത് പ്രൊഫഷണൽ ആയിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ സംവിധായകനാണ്, എനിക്ക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ആളെ വെച്ചോ എന്ന് പറഞ്ഞു. ഞാൻ വെച്ചു. വെച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അബദ്ധമായി പോയി. കാരണം ഓടാൻ സാധ്യതയുള്ള ഒരു സിനിമ കിട്ടുമ്പോ നമ്മൾ അത് प्रभु